അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ്. യുദ്ധം മുറുകുന്നത് അമേരിക്കയെ തകർക്കും. ഇറാന്റെ അവസാന മുന്നറിയിപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഡേഞ്ചർ സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ആകെ പ്രതിസന്ധി ഘട്ടത്തിലാണ് അമേരിക്ക. ഇറാൻ അമേരിക്ക ചർച്ച വ്യാഴാഴ്ച നടക്കുമെന്ന് ഇതിനിടയിൽ APA വാർത്താ ഏജൻസി പറയുന്നുണ്ട്. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നാണ് ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം അമേരിക്ക ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഉപരോധം തുടങ്ങിയപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അവസാന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത്. ഇത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ US ഉപരോധം തുടരുകയാണ്. USS ട്രിപ്പോളി കപ്പൽ കടലിൽ നിലയുറപ്പിച്ചതായിട്ടും നിരവധി F-35 യുദ്ധവിമാനങ്ങൾ കപ്പലിൽ സജ്ജമാക്കിയതായിട്ടും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വലിയ ഒരു വിപത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം അമേരിക്ക സ്വയമേ വരുത്തിവെക്കുന്ന ഒരു കാര്യമാണ്. ഒരു വലിയൊരു വിനാശം സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ അമേരിക്ക തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഉപരോധം എന്ന് പറയുന്നത് അമേരിക്കയുടെ മറ്റൊരു വിനാശത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും സൈനിക ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇനി അമേരിക്ക ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു. അവിടെ വരുന്ന കപ്പലുകൾ അത് തങ്ങളാൽ തടയുമെന്നാണ് പറയുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇറാന് നേരെയുള്ള ഉപരോധം കർശനമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ കപ്പലുകളെയും തടയുമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാനോ കർശനമായിട്ട് ഇടപെടാനോ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UK മാരിടൈം ഏജൻസിയാണ് അമേരിക്കയുടെ ഈ ഒരു നിർണായക നീക്കം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഈ ഇറാൻ ഹോർമുസ് തുറന്നില്ലെങ്കിൽ മേഖലയിലെ മുഴുവൻ കപ്പൽ ഗതാഗതവും തടയുമെന്നാണ് ഈ ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. ഒരു പക്ഷേ ട്രംപ് ഈ ഒരു കാര്യം പറയുമ്പോൾ അവിടെ നിർണായകമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ചൈനയും റഷ്യയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെ കപ്പലുകൾ ഇതുവഴി പോകുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാനുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പം ഇറാനിലേക്ക് കപ്പൽ പോകുന്നതും വരുന്നതും ഇതുവഴിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ആ ഒരു യുദ്ധം മാറി, ഇറാൻ അമേരിക്ക എന്ന യുദ്ധം മാറി പിന്നീട് സംയുക്തമായിട്ട് ചൈനയും റഷ്യയും കൂടി അമേരിക്കയ്ക്ക് മേൽ വലിയൊരു ആക്രമണം തൊടുത്തുവിടും. അമേരിക്കയും ചൈനയും അമേരിക്കയും റഷ്യയും തമ്മിലായിരിക്കും പിന്നീട് യുദ്ധം നടക്കുക. എന്തായാലും അമേരിക്ക ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം അവർ ആ ഒരു വാക്കിൽ നിന്നുകൊണ്ട് അത് പ്രാവർത്തികമാക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം റഷ്യയും ചൈനയും എന്ന് പറയുന്ന അവരെ അത്രത്തോളം വെല്ലുവിളിച്ച് അവരുടെ കപ്പലുകളെ തടയാൻ മാത്രം ചങ്കൂറ്റം ഉണ്ടോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം അങ്ങനെ കാണിക്കുവാണെങ്കിൽ ട്രംപിന് ഏറ്റവും വലിയ വിനാശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് യുദ്ധം മൊത്തത്തിൽ മാറും. പശ്ചിമേഷ്യ മൊത്തത്തിൽ ആകെ കത്തി അമരും എന്നതിൽ സംശയമില്ല. ചൈനയും റഷ്യയും രംഗത്തെത്തി കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു നീക്കത്തിലൂടെ ഇപ്പോൾ ഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഉപരോധം ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടർന്ന് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിൽ ചൈനയും റഷ്യയും വരും. വീണ്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. എന്തായാലും ഈ ഒരു നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ മറുവശത്തായിട്ട് ഒരു ചർച്ച നടത്താനുള്ള ഒരു താല്പര്യം അമേരിക്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഹോർമുസ് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരു രീതിയിൽ എത്തിക്കാമെന്ന് അമേരിക്ക പറഞ്ഞത് പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത് മുതൽ സംഭവിക്കുന്നത് ലോകത്തെ പല രാജ്യങ്ങളെയും ഊർജ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ് അമേരിക്ക ചെയ്യുന്നത്. അമേരിക്കയുടെ ഒരു അഹങ്കാരം മൊത്തം ഈ പറയുന്ന ലോക രാജ്യങ്ങളെ ഇരുട്ടിലാഴ്ത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടം അവർക്കുണ്ടാക്കും. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകും. ആകെ മൊത്തത്തിൽ ഇരുട്ടിലാകും. ഇതെല്ലാം അമേരിക്ക വീണ്ടും വീണ്ടും വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ ഇറാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ അവസാന മുന്നറിയിപ്പ്
നൽകുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ ഇവിടുന്ന് കൊണ്ടേ പോകൂ എന്നുള്ള നിലപാടിൽ കടിപ്പിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. ഇറാൻ പിന്നോട്ടില്ല, തളർന്നിട്ടില്ല. ഇറാൻ തന്റെ എല്ലാം സജ്ജമാക്കിക്കൊണ്ട് തന്നെ രംഗത്തുണ്ട്. അതുകൊണ്ട് വലിയൊരു യുദ്ധം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. ഇതിനിടയിൽ തന്നെ പാകിസ്ഥാനെ മുൻനിർത്തി ചർച്ചകൾക്ക് ഒരുങ്ങുമ്പോൾ ഇറാന്റെ നീക്കം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഇറാൻകാരാകട്ടെ ഭീഷണിക്ക് മുൻപിൽ ചൂളാതെ നിൽക്കുകയാണ്. അമേരിക്കയുടെ നീക്കത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ സൈന്യവും IRGCയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ തുറമുഖങ്ങൾ ഭീഷണി നേരിട്ടാൽ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും മറ്റൊരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതായത് മൊത്തത്തിലാകെ പ്രശ്നത്തിലായിരിക്കുകയാണ് അമേരിക്ക. അതായത് അമേരിക്ക ഹോർമൂസിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഗൾഫിലെ ഒമാൻ കടലിലെയും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിലെയും ഒക്കെ ഈ കടലിലെ തുറമുഖങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്നൊരു കടുത്ത നിലപാടാണ് ഇറാൻ നൽകിയിരിക്കുന്ന. അങ്ങോട്ടേക്ക് ഞങ്ങളുടെ ആക്രമണങ്ങൾ തൊടുത്തു വിടും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. ആകെ മൊത്തത്തിൽ നഷ്ടത്തിന്റെ ഒരു വക്കിലെത്തിയിരിക്കുകയാണ് ഈ അമേരിക്ക. അതിനിടയിലാണ് ഈ ഉപരോധം തുടർന്നത്. ഈ ഉപരോധം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലകളും ഇതിന് വലിയ രീതിയിൽ ഇരയാകും. എന്തായാലും ഉപരോധ വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റമാണ് പ്രതിഫലിക്കുന്നത്. നിലവിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. പ്രതിദിനം 135ഓളം കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ ഒരു തന്ത്രപ്രധാന പാതയിൽ ഇപ്പോൾ ഗതാഗതം നാമമാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ആഗോള വ്യാപാര ശൃംഖലയും ഊർജ്ജ വിതരണത്തെയും വരും ദിവസങ്ങളിൽ സാരമായി ബാധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ ക്രൈസ്തവരുടെ വെറുപ്പ് കൂടി ട്രംപ് പിടിച്ചു പറ്റിയിട്ടുണ്ട്. നിലവിൽ സ്വന്തം രാജ്യത്ത് പോലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം ഘടിപ്പിക്കുന്നു. ലോക പോലീസ് സംവിധാന ട്രംപിനെതിരെ ആണ് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നത്. ഇതിനിടയിലാണ് ഈ ക്രൈസ്തവ ഭാഗത്തു നിന്നും ട്രംപിന് വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. അതായത് നിലവിൽ മാർപ്പാപ്പ വിഷയമാണ്. സമാധാനം പറയുന്ന മാർപ്പാപ്പയെ ഒരു കോമാളിയെ പോലെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയത്. അത് വലിയ ക്രെഡിറ്റോടെ എടുത്ത് തലയിൽ വെക്കുകയും ചെയ്തു. എന്നാൽ ഉടനടി തന്നെ അതിനെതിരെ മാർപ്പാപ്പ രംഗത്ത് വന്നു. അതുപോലെ തന്നെ ക്രൈസ്തവരും രംഗത്ത് വന്നു. അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് ട്രംപിന് മാറിയിട്ടുണ്ട്. 140 കോടി ക്രൈസ്തവരുടെ നേതാവാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ആ 140 കോടി ജനങ്ങളും ട്രംപിനെ വെറുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത്രയും വലിയ ഒരു മതാചാര്യനെ കളിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ വലിയൊരു വെല്ലുവിളി ഇപ്പോൾ നേരിടുന്നു. അതായത് മാർപ്പാപ്പ വിദേശ നയങ്ങളിൽ പരാജയനാണെന്നും ആണവായുധങ്ങളുടെ കാര്യത്തിൽ ദുർബലനാണ് എന്നുമായിരുന്നു ട്രംപിന്റെ പ്രധാന പരിഹാസം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ മാസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തിയ പ്രസംഗത്തിൽ യുദ്ധങ്ങൾ ആരംഭിക്കുന്ന നേതാക്കളുടെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്നും അവരുടെ പ്രാർത്ഥനകൾ ദൈവം നിരസിക്കുമെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു. ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളെ യുദ്ധത്തിന്റെ ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ച മാർപ്പാപ്പ അക്രമം വെടിഞ്ഞ് ചർച്ചയുടെ പാത സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ തുടർന്നാണ് മാർപ്പാപ്പ തന്റെ പ്രവൃത്തികൾ കൂടുതൽ ഗൗരവമായിട്ട് കാണണം എന്ന് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങളെ മാർപ്പാപ്പ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. കുടിയേറ്റക്കാരോടുള്ള മനുഷ്യരഹിതമായിട്ടുള്ള പെരുമാറ്റം സഭയുടെ പ്രോ ലൈഫ്, അതായത് ജീവൻ സംരക്ഷിക്കുക എന്ന പഠിപ്പിക്കലിനെ വിരുദ്ധമാണെന്നാണ് മാർപ്പാപ്പ അന്ന് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇതിനോടകം തന്നെ ഈ പറയുന്ന ലിയോ മാർപ്പാപ്പ മറുപടി നൽകിയിട്ടുണ്ട്. തന്റെ ദൗത്യം സമാധാനം സ്ഥാപിക്കുക എന്നതാണെന്നും അത് രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ വിദേശ നയം മോശമാണെന്ന ട്രംപിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് മാർപ്പാപ്പ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. സഭയുടെയും എന്റെയും സന്ദേശം സുവിശേഷത്തിന്റെ സന്ദേശം തന്നെയാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവന്മാർ എന്നതാണ് ആ സന്ദേശം. ഒരു രാഷ്ട്രീയക്കാരന്റെ റോൾ തനിക്കില്ല എന്നും മാർപ്പാപ്പ പറഞ്ഞു. ട്രംപുമായിട്ട് തനിക്കൊരു സംവാദത്തിന് താല്പര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലർ സുവിശേഷ സന്ദേശങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വിമർശിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കേ, ഒരു മത പുരോഹിതനെ വലിയ രീതിയിൽ തന്നെ കളിയാക്കിയിരിക്കുകയാണ്. 140 കോടി ക്രൈസ്തവരുടെ ഉന്നത നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മതാചാര്യനായിട്ടുള്ള മാർപ്പാപ്പയെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ദുഷ്ടമോഹങ്ങൾ കണ്ടുകൊണ്ട്, ദുഷ്ടകാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കണ്ണില്ലാത്ത ക്രൂരതയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ട്രംപ് രംഗത്തെത്തി ഇത്തരം കാര്യങ്ങൾ പറയുന്നതും അതിനെതിരെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും. ഈ ഒരു ജനവിഭാഗത്തിൽ നിന്നും ട്രംപിനെതിരെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇനി യുദ്ധം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള നിലനിൽപ്പിനും ട്രംപിന് വലിയൊരു പ്രതിസന്ധി നേരിടും. കാരണം ഇനി നിലനിൽപ്പ് വലിയൊരു ഘട്ടത്തിലാണ്. കാരണം എങ്ങനെയെങ്കിലും നിലനിന്നേ പറ്റൂ. ഇനി ഈ ഒരു ഇലക്ഷൻ വരികയാണ് നവംബറോടെ. അപ്പോൾ ആ ഒരു കസേര തെറിക്കുമോ എന്നുള്ള കാര്യവും ട്രംപ് നോക്കിക്കാണുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപിന്റെ നീക്കം ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ട്രംപിനെ ചതിക്കുമെന്നതിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളോട് അനുകൂലിച്ചൊന്നും ആരും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ലായിരുന്നു. മാത്രമല്ല ഓരോ പോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ നയങ്ങളും ആശയങ്ങളും ഇത്തരം പറയുന്ന വാക്കുകളൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. ജനങ്ങൾ എപ്പോഴും സമാധാനമാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നതാണ് അവരുടെ ഒരു ആവശ്യം. പക്ഷെ ഈ ഒരു ആവശ്യത്തിന് മേൽ ഈ പറയുന്ന ട്രംപ് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളുടെ ജീവനെ പോലും കൽപ്പിക്കുന്നില്ല എന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. ഉപരോധം എന്ന് പറഞ്ഞ് കുറെ കപ്പലും യുദ്ധവിമാനം കൊണ്ടിട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും എന്തായാലും അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു കാര്യം രൂക്ഷമായി കഴിഞ്ഞാൽ അതിന് ഇരട്ടി പ്രഹരം ഇറാന്റെ പക്കത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മാർപ്പാപ്പയെ വിമർശിച്ച് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയതും ട്രംപിന് വലിയ തിരിച്ചടി ആവുകയാണ്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം ട്രംപിന്റെ കാര്യത്തിൽ തീരുമാനമായി. ട്രംപിനെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അതായത് സ്വയം രക്ഷകനായിട്ടൊരു ചിത്രീകരണം നടത്തി മാർപ്പാപ്പയെ വിമർശിച്ച് പിന്നാലെ യേശുവായിട്ട് ചിത്രീകരിച്ച ചിത്രവുമായിട്ട് ട്രംപ് രംഗത്തെത്തി. വ്യാപക പ്രതിഷേധമാണ് ഇതിൽ നിന്നും ഉണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ചിത്രത്തിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിയെ ട്രംപ് സുഖപ്പെടുത്തുന്നതാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മാത്രമല്ല ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ള വസ്ത്രം ധരിച്ച് ട്രംപ് രോഗിയുടെ നെറ്റിയിൽ തിളങ്ങുന്ന കൈ വെച്ചിരിക്കുന്നതായിരുന്നു ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇത് യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു മതപരമായിട്ടുള്ള പെയിന്റിങ്ങുകൾക്ക് സമാനമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അമേരിക്കൻ പതാകയും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. താൻ ആളുകളെ വളരെയധികം മെച്ചപ്പെട്ടവരാക്കുന്നുണ്ട് എന്നാണ് ഈ ചിത്രം പങ്കുവച്ചതിനെ കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരം ഒരു ചിത്രം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ക്രൈസ്തവ ആക്ടിവിസ്റ്റായ ഷോൺ ഫ്യൂച്ച് പ്രതികരിക്കുകയും ചെയ്തു. ക്രൈസ്തവർ തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു. കമന്റ് ബോക്സിൽ ട്രംപിനെതിരെ തെറിവിളികളായിരുന്നു ഉണ്ടായിരുന്നത്. യാതൊരു തരത്തിലും ഒരിക്കലും യേശുക്രിസ്തുവിനെ വെച്ച് സാമ്യമായിട്ട് അല്ലെങ്കിൽ സാമ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഈ ക്രൈസ്തവ വിഭാഗം പറയുന്നത്. എന്തായാലും വിമർശനം ശക്തമായതോടെ തന്നെ ഒരു ഡോക്ടറായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അവകാശപ്പെട്ടെങ്കിലും പെട്ടെന്ന് ആ ഒരു ചിത്രം അത് നീക്കുകയും ചെയ്തു. മാത്രമല്ല ആളുകൾക്ക് വലിയ രീതിയിലുള്ള മറുപടിയും അതിനുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാതെ വേഗം തന്നെ തടി തപ്പുകയായിരുന്നു ട്രംപ് ചെയ്തത്. എന്തായാലും ചിത്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദൈവത്തെ പരിഹസിക്കരുത് എന്നാണ് പ്രമുഖ യാഥാസ്ഥിക ആക്ടിവിസ്റ്റായ റൈലി ഗെയിൻസ് പ്രതികരിച്ചത്. ചിത്രം എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ട്രംപ്. എന്തായാലും ഇതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം എന്ന് പറയുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രംപിന് ആകെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ട്രംപിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയേക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്.